ശരി, അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CPM-ന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് പോകുമ്പോൾ CPM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെ സംസ്ഥാന കമ്മിറ്റിയും ചേരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ നടത്തുന്ന ഗൃഹസന്ദർശന പരിപാടിയുടെ വിലയിരുത്തൽ യോഗത്തിലുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാർട്ടി ഒരുക്കങ്ങളും നേതൃയോഗത്തിൽ വിലയിരുത്തും. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സനിസ, ഏറ്റവും പ്രധാനമായി ഇപ്പോൾ CPM കൂടി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ, അത് ഗൃഹസന്ദർശനങ്ങളുമൊക്കെയായി CPM തുടങ്ങി വെച്ചിരുന്നു. അതിന്റെ ഒരു വിലയിരുത്തൽ, ഒപ്പം തന്നെ യോഗങ്ങളിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് കൂടി സാധ്യതയുണ്ടോ? അതേ ചെൽസി സൈഫു, ഈ മൂന്നാം ഭരണം പിടിച്ചെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ഈ CPM-ന്റെ ഓരോ നീക്കങ്ങളും നടന്നിട്ടുള്ളത്. ഇന്ന് CPM-ന്റെ നേതൃയോഗങ്ങൾക്ക് തുടക്കമാകുകയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെ സംസ്ഥാന കമ്മിറ്റിയുമായിരിക്കും നടക്കുക. ഇതിൽ പ്രധാന അജണ്ട വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തന്ത്രങ്ങൾ മെനയാം, ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതൊക്കെയുമായിരിക്കും. കൂടാതെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് പിന്നാലെ തന്നെ ഗൃഹസന്ദർശന പരിപാടിയുമായിട്ട് CPM മുന്നോട്ട് വന്നിരുന്നു. കൂടുതലും അണികളെയും ജനങ്ങളെയും പാർട്ടിയോട് അടുപ്പിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം ഭരണം ഉറപ്പിക്കാമെന്ന ലക്ഷ്യമായിരുന്നു ഇതോടുകൂടി ഉദ്ദേശിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് ഇത് ഗൃഹസന്ദർശന പരിപാടിക്ക് നല്ല പ്രതികരണം ലഭിക്കുന്നുണ്ട് എന്നതാണ് നിലവിലെ പാർട്ടിയുടെ വിലയിരുത്തൽ. ഈ 2 ദിവസം നടക്കുന്ന ഈ യോഗങ്ങളിൽ ഇത് ചർച്ചയാകുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. കൂടാതെ തന്നെ നിയമസഭയിൽ ഇന്നലെയും നമ്മൾ കണ്ടതാണ്, സ്വർണ്ണക്കൊള്ളയിൽ വലിയ തരത്തിലുള്ള പ്രതിരോധമാണ് പ്രതിപക്ഷം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ബാധിക്കാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ നടത്തേണ്ടി വരും, ഇതൊക്കെ ഇന്നും നാളെയുമായി നടക്കുന്ന യോഗങ്ങളിൽ ചർച്ചയാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് നിലവിൽ ലഭിക്കുന്നത്. കൂടാതെ തന്നെ ഇത്തരത്തിൽ 2 ദിവസം നടക്കുന്ന ഈ ഒരു യോഗങ്ങളിൽ കേന്ദ്രഭരണ വിരുദ്ധ നടപടികൾ, എന്തൊക്കെ തരത്തിൽ കേന്ദ്രത്തിനെതിരെ ഏതൊക്കെ രീതിയിൽ ഇനിയുള്ള സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിലൊക്കെ ഒരു തീരുമാനമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരം തിരിച്ചടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിരിക്കും നീക്കം. കൂടാതെ തന്നെ കോൺഗ്രസിലൊക്കെ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും എവിടെയൊക്കെ ആരൊക്കെ നിൽക്കണമെന്ന കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ഒരു മുഴം മുൻപേ എല്ലാ പാർട്ടികളും എറിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതേ ട്രെൻഡായിരുന്നു. അതേ ട്രെൻഡ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരുമെന്ന മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയിൽ ചിലപ്പോൾ ഇത്തരത്തിൽ ആരെയൊക്കെ എവിടെയൊക്കെ നിർത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമോ എന്നതിലൊക്കെ ചർച്ച നടക്കുമെന്ന സൂചനയാണ് നിലവിൽ ലഭിക്കുന്നത്. സൈഫു, ജിൽസി.